കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന നടൻ കമൽഹാസന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് കർണാടക ഹൈക്കോടതി. തന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫിന്റെ റിലീസ് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കമൽഹാസൻ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കർണാടക ഹൈക്കോടതി അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചത്. പൊതുജന വികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കമൽഹാസൻ മാപ്പ് പറയാൻ വിസമ്മതിച്ചതിനെ ജസ്റ്റിസ് എം നാഗപ്രസന്ന ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരു പൗരനും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ അവകാശമില്ല, ജഡ്ജി പറഞ്ഞു. ജലം, ഭൂമി, ഭാഷ എന്നിവ പൗരന്മാർക്ക് പ്രധാനമാണ്. ഈ രാജ്യത്തിന്റെ വിഭജനം ഭാഷാടിസ്ഥാനത്തിലായിരുന്നു. കന്നഡ തമിഴിൽ നിന്നാണ് ഉണ്ടായത് എന്ന കമൽഹാസന്റെ വിവാദ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് കമൽഹാസന്റെ ഹർജി വന്നത്. ഈ പരാമർശത്തിനെതിരെ കർണാടകയിലുടനീളമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും കന്നഡ അനുകൂല സംഘടനകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നടന്റെ ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നിലപാടിനെയും പരാമർശത്തെയും ജഡ്ജി വിമർശിച്ചിട്ടുണ്ട്. ഒരു ഭാഷയും മറ്റൊന്നിൽ നിന്ന് ജനിക്കാൻ കഴിയില്ല. ഇതിനെ പിന്തുണയ്ക്കാൻ എവിടെയാണ് തെളിവ്? എന്താണ് സംഭവിച്ചത്? പൊരുത്തക്കേട് കർണാടകയിലെ ജനങ്ങൾ എന്താണ് ചോദിച്ചത്? ക്ഷമാപണം മാത്രമാണ്. ജസ്റ്റിസ് നാഗപ്രസന്നയും കമൽഹാസന്റെ വാദത്തെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് കമൽഹാസനാണ് അദ്ദേഹം മാപ്പ് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കർണാടകയിലെ ജനങ്ങളുടെ വികാരത്തെ നിങ്ങൾ തകർത്തു. എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങളൊരു ചരിത്രകാരനാണോ അതോ ഭാഷാശാസ്ത്രജ്ഞനാണോ? ഹർജിക്കാരനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ധ്യാൻ ചിന്നപ്പ നടന്റെ പ്രസ്താവന കോടതിക്ക് ഒരു തവണ മാത്രമേ കാണാൻ കഴിയൂ എന്നും അത് വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും അല്ലെങ്കിൽ അത് അത്ര ഗുരുതരമായ തെറ്റല്ലെന്നും വാദിച്ചിട്ടുണ്ട്. ഇതിന് ജസ്റ്റിസ് നാഗപ്രസന്ന ശക്തമായി പ്രതികരിച്ചിരുന്നു. നിങ്ങൾ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എന്തിനാണ് ചിത്രം കർണാടകയിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് വിടുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു ജനവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിലേക്ക് നീട്ടാൻ കഴിയില്ല. നിങ്ങൾ ക്ഷമ ചോദിക്കൂ, അപ്പോൾ പ്രശ്നമില്ല. കർണാടകയിൽ നിന്നും നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കണം. കലാപത്തിന് കാരണക്കാരനായിട്ടും പോലീസിൽ നിന്ന് സംരക്ഷണം തേടാനുള്ള നടന്റെ തീരുമാനത്തെയും കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വാണിജ്യ താല്പര്യത്തിനാണ്. നിങ്ങൾ സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിന് പോലീസ് സംരക്ഷണം നൽകണം. ഒരു ക്ഷമാപണം എല്ലാം പരിഹരിക്കുമായിരുന്നു. നിയമത്തിൽ ഞങ്ങൾ അത് പരിഗണിക്കും. പക്ഷേ മനോഭാവം നോക്കൂ. ചരിത്രം നോക്കാതെയാണ് ഞാൻ പ്രസ്താവന നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കമൽഹാസന് ഒരു വിശദീകരണം നൽകാമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സമാനമായ ഒരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു, ദശകങ്ങൾക്ക് മുൻപ് സമാനമായ ഒരു പ്രസ്താവനയ്ക്ക് രാജഗോപാലാചാര്യ ക്ഷമാപണം നടത്തിയിരുന്നു. ഭാഷ എന്നത് ആളുകളുടെ ബന്ധപ്പെട്ട ഒരു വികാരമാണ്. അതിനെ തകർക്കാൻ നിങ്ങൾ എന്തോ പറഞ്ഞിരിക്കുന്നു. ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്നാൽ ഹർജിയിൽ ഇതുവരെ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. എന്നിരുന്നാലും ക്ഷമാപണം നടത്തുന്നത് പരിഗണിക്കണമെന്ന് കമൽഹാസനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമൽ കോടതി പറയുന്നത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ അധികം ഉറച്ചു നിൽക്കരുത്. കോടതിയുടെ നിരീക്ഷണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. അതേസമയം കന്നഡ ഭാഷയെക്കുറിച്ച് നടൻ കമൽഹാസൻ നടത്തിയ പരാമർശങ്ങളെ കേന്ദ്രമന്ത്രി ശോഭ കരന്ദിലജെ വെള്ളിയാഴ്ച ശക്തമായി വിമർശിച്ചിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് അദ്ദേഹം വിവാദ പ്രസ്താവന നടത്തിയെന്നാണ് ശോഭയുടെ ആരോപണം. ഒരു കാലത്ത് ഏറെ ആരാധിക്കപ്പെട്ടിരുന്ന നടനായിരുന്നു കമൽഹാസൻ. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് മാറിയെന്നും പ്രസക്തനായി തുടങ്ങാൻ ശ്രമിക്കുകയാണെന്നും കരന്ദിലജെ വ്യക്തമാക്കി. എല്ലാവരുടെയും മൂല്യം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഒരു കാലത്ത് കമൽഹാസൻ ഒരു വലിയ നടനും നായകനുമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ തന്റെ മൂല്യം രാഷ്ട്രീയമായി വർദ്ധിപ്പിക്കുന്നതിനും പബ്ലിസിറ്റിക്കുമായി അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തി. അദ്ദേഹം ഇതിനകം കർണാടകയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ ഭക്ഷണം കഴിച്ചു, ഇവിടെ വെള്ളം കുടിച്ചു. അത് അദ്ദേഹം മറന്നുപോയി. രാഷ്ട്രീയത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് അദ്ദേഹം ആ പ്രസ്താവന നൽകിയത്. ഇതിവിടെ പ്രവർത്തിക്കില്ല. പക്ഷേ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവ വ്യത്യസ്തമല്ല. നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഭിന്നത വിതയ്ക്കാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്കും ഭാഷകൾക്കുമിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നടൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കമൽഹാസൻ പരസ്യമായി മാപ്പ് പറയാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജൂൺ 5-ന് ഗ്രാൻഡ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന തഗ് ലൈഫ് കർണാടകയിൽ നിരോധിച്ചതായി കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച നടന്ന ഒരു പത്രസമ്മേളനത്തിൽ നിയമവാഴ്ചയിലും നീതിയിലും താൻ വിശ്വസിക്കുന്നുവെന്നും
കർണാടകയോടുള്ള തന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നു. കന്നഡ തമിഴിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നേരത്തെ അവകാശപ്പെട്ട നടൻ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. തെറ്റാണെങ്കിൽ മാത്രമേ ക്ഷമ ചോദിക്കൂ എന്നും അത് അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഇതാണ് എന്റെ ജീവിതശൈലി. ദയവായി ഇതിൽ കൈ കടത്തരുത്. നിലവിലുള്ള വിവാദത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പിന്നീട് കൂട്ടിച്ചേർത്തത്. അതേസമയം കന്നഡ അനുകൂല സംഘടനയായ കന്നഡ രക്ഷണ വേദിക്ക് കർണാടകയിലെ വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തഗ് ലൈഫ് സംസ്ഥാനത്ത് റിലീസ് ചെയ്യുന്നത് തടയുകയും കമൽഹാസന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്താൽ വിതരണക്കാർ അദ്ദേഹത്തിന്റെ പണം തിരികെ നൽകണമെന്നും കന്നഡക്കാരുടെ വികാരത്തിന് വിരുദ്ധമായി ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്യാൻ കഴിയില്ലെന്ന് നിർമ്മാതാവിനെയും കമൽഹാസനെയും ദൃഢമായി അറിയിക്കണമെന്നും KRV പ്രസിഡന്റ് നാരായൺ ഗൌഡ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.